മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 രാഹുവും കേതുവും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. രാഹുവിനെയും കേതുവിനെയും അശുഭഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. എങ്കിലും അശുഭഫലത്തോടൊപ്പം വളരെയധികം ശുഭഫലങ്ങളും ഈ ഗ്രഹങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് ഒരേ സമയത്തായിരിക്കും. എപ്പോഴും 180 ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതുപോലെ ഒരു രാശിയിൽ ഏകദേശം 18 മാസത്തോളവും നിൽക്കുന്നതുമായിരിക്കും. രാഹു മോഹം, മായ എന്നിവ വരാനിടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത, മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്നതായിരിക്കും. രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അധിപൻ്റെയോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവമായ മീനത്തിലും കേതു നിൽക്കുന്നത് 9-ാം ഭാവമായ കന്നിയിലുമാണ്. 3-ാം ഭാവത്തിൽ രാഹു എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. 3-ാം ഭാവം അശുഭസ്ഥാനമാണ്. ഇവിടെ ശനി, ചൊവ്വ, രാഹു മാതിരിയുള്ള അശുഭഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് രാഹു നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാക്കുന്നതായിരിക്കും. ഹ്രസ്വദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ നിന്നും പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ, ടൂർസ് ആൻഡ് ട്രാവൽസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നീ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് നല്ല പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും. രാഹു നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ്. വ്യാഴം നിങ്ങളുടെ 12-ഉം 3-ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. വ്യാഴം ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 12-ാം ഭാവാധിപൻ വ്യാഴം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് 6-ാം ഭാവത്തിൻ്റെയും 3-ഉം 12-ഉം ഭാവങ്ങളുടെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് രാഹു മുഖാന്തരം വ്യാഴം നൽകുന്നതായിരിക്കും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു 3-ാം ഭാവമായ മീനത്തിൽ നിന്നും 2-ാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഈ സമയത്തും രാഹു വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിൽ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത്. 2-ാം ഭാവം ധനസ്ഥാനമാണ്. ഇത് കുടുംബം, വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ രാശിയാധിപൻ ശനിയുടെ സ്വരാശിയാണ്. രാഹുവിൻ്റെ ഈ പ്ലേസ്മെൻറ്റും നല്ലതാണ്. കൂടാതെ മാർച്ച് 29-ന് നിങ്ങൾ 7 ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതും ആയിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഈ സമയത്ത് ധനസംബന്ധമായി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. സേവിങ്സും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കും. ശനി രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കേതു നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9-ാം ഭാവം ആധ്യാത്മികത, ധാർമ്മിക കാര്യങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേതു ആധ്യാത്മികതയിലേക്ക് നയിക്കുന്ന ഗ്രഹവുമാണല്ലോ. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും.
ഇത് ബുധൻ്റെ രാശിയാണ്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. എങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അതിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. രാഹു രാശിമാറ്റം ചെയ്യുമ്പോൾ കേതുവും അതേ സമയത്ത് തന്നെ രാശി മാറുന്നതായിരിക്കും. അതായത് മെയ് 18-ാം തീയതി നിങ്ങളുടെ 8-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് കേതുവിൻ്റെ ശത്രു സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റും മറ്റും സേഫായ സ്ഥലത്ത് വേണം വയ്ക്കുവാൻ. അല്ലാത്ത പക്ഷം ചിലരത് മിസ്യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല. വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും ഇടയുണ്ട്. അതോടൊപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ടെൻഷനും വർദ്ധിക്കുന്നതായിരിക്കും. കേതുവിൻ്റെ മഹാദശ, അപകാരം എന്നിവ നടക്കുന്നവർക്ക് ഇവ കാര്യങ്ങൾ അല്പം കൂടുതൽ അനുഭവപ്പെടുന്നതായിരിക്കും. കേതുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5-ാം ദൃഷ്ടി പതിക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട്. പൊതുവെ 6-ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. കാരണം ഇവിടെ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. ഈ സമയത്ത് ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിരിക്കും. ഈ സമയത്ത് കടബാധ്യതകളുള്ളവർക്ക് അത് കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 8-ാം ഭാവത്തിലാണ്. ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട്. അതിനാൽ 8-ാം ഭാവത്തിൻ്റെ ഫലങ്ങൾ ഞാൻ നേരത്തെ വിശദീകരിച്ചതായിരുന്നു. രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി 10-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. അതിനാൽ കരിയർ, ബിസിനസ് എന്നിവയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ഇതാണ് രാഹുവും കേതുവും മകരം രാശിക്കാർക്ക് വർഷം 2025 നൽകുന്ന ഫലങ്ങൾ. രാഹു കേതുവിൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി നിത്യവും രുദ്രഗായത്രി മന്ത്രം ജപിക്കുന്നത് ശുഭകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.